പാകിസ്ഥാന്റെ നെഞ്ചു പിളർത്തിയത് ബലൂചിസ്ഥാന്റെ വനിതാ ചാവേറുകൾ. കഴിഞ്ഞ 40 മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ ISI കേന്ദ്രങ്ങളിൽ നടത്തിയത് ഏറ്റവും രൂക്ഷമായ ആക്രമണത്തിൽ 200-ലധികം പാകിസ്ഥാൻ സൈനികരെ വധിച്ചു എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടി ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ പുറത്തുവിടുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വനിതാ ചാവേറുകളാണ് ഈ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ നയിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എങ്ങനെയാണോ പാകിസ്ഥാനിലെ ഭീകരന്മാരെ ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാന അന്തരീക്ഷം തകർത്തത്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം, ഇന്ത്യയിൽ അശാന്തി സൃഷ്ടിക്കാനും ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്താനും പാകിസ്ഥാൻ സേനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുണ്ട്. ആ ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, അതുപോലെ ലഷ്കർ-ഇ തോയ്ബ തുടങ്ങി നിരവധി എണ്ണമാണ്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ ആയുധം എന്നുള്ളത് അവരുടെ വനിതാ ചാവേറുകളാണ്. ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ വലിയ തോതിൽ സ്ഫോടനങ്ങൾ നടത്താൻ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും അവരുടെ വനിതാ സംഘം രൂപീകരിക്കുകയും അവരുടെ വനിതാ ചാവേറുകളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഡൽഹി അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിടുകയും ചെയ്തതായുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം ഇത് കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ എങ്ങനെയാണോ ഇന്ത്യക്ക് തുല്യമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നത്, അതിന് സമാനമായ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. BLAയുടെ ഏറ്റവും ശക്തിയുള്ള ഒരു വിഭാഗമാണ് മജീദ് ബ്രിഗേഡ്. ആ മജീദ് ബ്രിഗേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ചാവേറുകൾ. ആ വനിതാ ചാവേറുകളാണ് കഴിഞ്ഞ 40 മണിക്കൂർ നീണ്ടുനിന്ന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുള്ള ഓപ്പറേഷൻ ഹെറോക്ക് ഫേസ് 2 എന്നുള്ള ആക്രമണ പരമ്പരകളുടെ നേതൃത്വം വഹിച്ചത്. അതിൽ ഒരു വനിതാ ചാവേറിന്റെ ദൃശ്യങ്ങളടക്കം അവരുടെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. ആസിഫ മെങ്കൽ, 24 വയസ്സുകാരിയായ വിദ്യാസമ്പന്നയായിട്ടുള്ള പെൺകുട്ടി, 21 വയസ്സിൽ തൻ്റെ 21ാം പിറന്നാൾ ദിനത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ചാവേർ സംഘത്തിൽ ആസിഫ ചേരുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ, പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ സമ്പൂർണമായ നാശത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുകയായിരുന്നു ആസിഫ. ആ ആസിഫയാണ് പ്രധാനമായും ISI ക്യാമ്പിലേക്ക്, നോഷ്കയിലുള്ള ISIയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ ചാവേറായി എത്തിയത് എന്നുള്ള ഏറ്റവും നിർണായകമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിടുന്നത്. ആസിഫ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ബലൂച്ച് ലിബറേഷൻ ആർമി സ്ഥിരീകരിക്കുന്നുണ്ട്. ആസിഫയ്ക്ക് സമാനമായി നിരവധി വനിതാ ചാവേറുകൾ ഈ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിൻ്റെ കുന്തമുനയിൽ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെയും അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയും പുറത്തുവിടുന്ന വിവരങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നത്. എന്താണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ പോരാട്ടത്തിൻ്റെ പിന്നിലെ കഥ? കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ എന്ന ഭൂപ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന ഒരു സായുധ സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ ചതിയിലൂടെ പിടിച്ചെടുക്കുകയാണെന്നും ആയുധങ്ങളിലൂടെ ബലപ്രയോഗത്തിലൂടെ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കാതെ അവരുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുകയുമാണ് എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ആരോപിക്കുന്നത്. അതുമാത്രവുമല്ല, ബലൂചിസ്ഥാൻ മേഖലയിലെ വലിയ വിഭവ സമ്പത്ത്, ഭൂസമ്പത്തിനെ കൊള്ളയടിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ആരോപണം കൂടി ബലൂച്ച് ലിബറേഷൻ ആർമി ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇത്രത്തോളം വലിയ ആയുധങ്ങളും ഇത്രത്തോളം വലിയ സ്വാധീനവും ഇത്രത്തോളം വലിയ ശക്തിയും ഉണ്ടാകുന്നത്.
ആ ശക്തിയുടെ പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ഭരണകൂടവും ഉന്നയിക്കുന്നത്. ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ, ഇന്ത്യയുടെ സായുധ സഹായം, ഇന്ത്യയുടെ സാമ്പത്തിക സഹായം, ഇതെല്ലാം കൊണ്ടാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നതെന്നും അടുത്തിടെ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ സാന്നിധ്യമാണെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതായത് ഇതിനെ അംഗീകരിക്കുകയോ ഇതിനെ നിരാകരിക്കുകയോ ഇന്ത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും കഴിഞ്ഞ 40 മണിക്കൂർ പാകിസ്ഥാനെ ചോരക്കളമാക്കിയ ആക്രമണമാണ് ഉണ്ടായത്. പാകിസ്ഥാന്റെ 8 സംസ്ഥാനങ്ങളിലടക്കമാണ് പ്രധാനമായും ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ ചാര സംഘടനയായിട്ടുള്ള ISIയുടെ ആസ്ഥാനം തന്നെ ആക്രമിക്കപ്പെട്ടു. 200-ലധികം പാകിസ്ഥാൻ സൈനികരെ വധിച്ചു. നിരവധി സൈനികരെയും നിരവധി സിവിലിയന്മാരെയും ബന്ദികളാക്കിയിരിക്കുന്നു ബലൂച്ച് ലിബറേഷൻ ആർമി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതേസമയം പാകിസ്ഥാൻ സൈന്യമാകട്ടെ ബലൂചിസ്ഥാന് വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 140-ലധികം ബലൂച്ച് ലിബറേഷൻ പോരാളികളെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇപ്പോഴുള്ള അവകാശവാദം. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്തായാലും ആക്രമണങ്ങൾ ഇപ്പോഴും ബലൂചിസ്ഥാൻ്റെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും ബലൂച്ച് മേഖലയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, തുരത്തി ഓടിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയ്ക്ക് പുറത്തുള്ള പാകിസ്ഥാന്റെ സർക്കാർ മന്ദിരങ്ങളടക്കം ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ യഥാർത്ഥ വാർത്തകൾ പുറത്തുവിടുന്നില്ല. അവർ പല വാർത്തകളും ഫിൽട്ടർ ചെയ്ത് സെൻസർ ചെയ്താണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്തുമാത്രം നാശനഷ്ടമുണ്ടായി എന്നുള്ളതിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വരുന്നില്ല. അതേസമയം ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പാകിസ്ഥാന്റെ ISI ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിരിക്കുന്നത്.